1991 നവംബർ 17 മുതൽ 1992 നവംബർ 16 വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗവരദനായ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് വൈക്കം ടി വി പുരം മുരിങ്ങൂറില്ലത്ത് ബ്രഹ്മശ്രീ വിഷ്ണു നമ്പൂതിരിയായിരുന്നു. നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ. വൈക്കം ടി വിയിലത്തെ സ്നേഹക്ഷേത്രത്തിലാണ് ഞാൻ 10 വർഷത്തോളം ജോലി ചെയ്തിരുന്നത്. അതിനുശേഷമാണ് വടയാറ് ഇളങ്കാവതി ക്ഷേത്രത്തിലും അതിനുശേഷം ശബരിമലയ്ക്ക് കിട്ടിയതും. മോനാട്ടിൽ കൃഷ്ണൻ നമ്പൂതിരിയാണ് എൻ്റെ ഏട്ടൻ കൂടിയാണ്. ആദ്യം ശബരിമലയ്ക്ക് പോയത് അദ്ദേഹമാണ്. പിന്നെ അതിനുശേഷം വൈക്കത്തു നിന്നും 8 ആൾക്കാർ പോയിട്ടുണ്ട്, മേൽശാന്തിയായിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ 75 പേര് ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നു. മേൽശാന്തിയായിട്ട് കിട്ടാനുള്ള 5 പേരെ മാത്രമേ സെലക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ 4ാമത്തെ കുറിയായിട്ടാണ് എനിക്ക് ശബരിമല മേൽശാന്തിയായിട്ട് നറുക്കെടുത്തതിന് ശേഷം പേരും വന്നിട്ടുള്ളത്. 91-92 വർഷത്തിലാണ് ശബരിമല മേൽശാന്തിയായിട്ട് നറുക്ക് കിട്ടിയത്. 5 പേരെ ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നു. അതിൽ 4ാമത്തെ പേരായിട്ട് എനിക്ക് കിട്ടും മേൽശാന്തിയായിട്ട് നറുക്കിൽ വരികയാണ് ഉണ്ടായത്. കണ്ടൊരു രാജീവ് നമ്പൂതിരിയായിരുന്നു അവരോധിക്കാനായിട്ട് വന്നതും. ദൈവം കലശക്കുടത്തിൽ പൂജിച്ച് കലശം ആടുകയായിരുന്നു ഉണ്ടായത്. ആദ്യമായിട്ട് കണ്ടൊരു രാജീവ് നമ്പൂതിരി എൻ്റെ കൈപിടിച്ച് അകത്ത് കയറ്റുകയും പിന്നെ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് അടുത്ത് മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അതിനുശേഷം 8 ദിവസം മുതലാണ് പൂജ തുടങ്ങിയതും. ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകാൻ കൃഷ്ണരു അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ശബരിമലയ്ക്ക് പോയതും അകത്ത് ശ്രീകോവിലിനകത്ത് പ്രവേശിച്ചതും അഭിഷേകങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതും ആ സമയത്ത് തന്നെയായിരുന്നു ആദ്യം തുടങ്ങിയത്. അങ്ങനെയാണ് ആദ്യം കയറാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അന്നൊക്കെ നെയ്യഭിഷേകം ചീട്ട് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ നടത്തി കൊടുക്കുമായിരുന്നു. നമ്മളെന്നല്ല കൂടെ വന്നവരൊക്കെ നടത്തുമായിരുന്നു. 91-92 വർഷങ്ങളിലായിരുന്നു ഞാൻ ശബരിമല മേൽശാന്തിയായിട്ടിരുന്നിട്ടുള്ളതും. അന്ന് രാജീവായിരുന്നു തന്ത്രി. മിക്കവാറും അദ്ദേഹം തന്നെയായിരുന്നു പൂജ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ അത്താഴപൂജ ചിലവ് എൻ്റെ അടുക്കാൻ നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നതാണ്. അന്ന് അവിടെ താമസിക്കേണ്ട കാര്യമില്ലായിരുന്നു. മാസപൂജ കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരാം. പിന്നെ അടുത്ത മാസം നട തുറക്കാകുമ്പോഴത്തേക്കും തിരിച്ചു പോവുകയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളത് അന്ന്. ഇപ്പോൾ അവിടെ താമസിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴത്തെ മേൽശാന്തിക്ക് അവിടുന്ന് പോരാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ മേൽശാന്തിക്ക്. അന്ന് കുഴപ്പമില്ലായിരുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. രാവിലെ ഉഷപൂജ എന്ന ഒരു പായസമാണ് രാവിലത്തെ പൂജ, ഉഷപൂജ. അതിന് മുമ്പ് നട തുറന്ന് അഭിഷേകമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മലനേദ്യമുണ്ട്, അത് നടത്തും. അതിനുശേഷം പൂജയ്ക്ക് കയറി പൂജ നടത്തി പായസം നേദിക്കും. അതൊക്കെയാണ് അന്നത്തെ നേദ്യം. പിന്നെ ഉച്ചപൂജയ്ക്ക് പായസങ്ങളുണ്ട്. പടിപൂജ എന്ന് പറഞ്ഞാൽ തന്ത്രിയെ സംബന്ധിച്ചാണല്ലോ മെയിനായിട്ടുള്ളത്. നമ്മൾ തന്ത്രിയുടെ കൂടെ പോയി ഇരിക്കും എന്നുള്ളതല്ലാതെ തന്ത്രിയുടെ കൂടെ മേൽശാന്തി ഇരിക്കണമെന്നാണ്. അങ്ങനെ പോകാറുണ്ട്, പോയിരിക്കുന്നു. 41 മണിവിളക്കിനും പന്തളത്തുനിന്ന് തിരുവാഭരണങ്ങൾ കൊണ്ടുവന്ന് അകത്തേക്ക് നമ്മളെ ഏൽപ്പിക്കുവാണ്. അകത്തേക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തിരുവാഭരണം അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നടയടയ്ക്കും. പിന്നെ തന്ത്രിയെല്ലാം ചാർത്തി ദിവാരാധനയോട് കൂടിയാണ് പെട്ടെന്ന് തുറന്ന് ദിവാരാധനയ്ക്ക് നട തുറക്കുന്നത്. മലവിളക്കിൻ്റെ അന്ന് വിശേഷാൽ പൂജയുണ്ട്. ഉച്ചപൂജ നടക്കും, അത്താഴപൂജയുണ്ട്, ദിവാരാധന കഴിഞ്ഞാൽ ഉടനെ അത്താഴപൂജയ്ക്ക് ആയി. അത് ഇങ്ങനെ തന്ത്രിയായിരിക്കും നടത്തുന്നത്. നമുക്ക് അവിടേക്ക് പോയി ഇരിക്കാമെന്നല്ലാതെ തന്ത്രിയാണ് നടത്തുന്നതൊക്കെ. ആൾക്കാർ വളരെയധികം സങ്കടത്തോടെ വന്ന് അയ്യപ്പനെ പ്രാർത്ഥിച്ച് പല അപകടങ്ങളും ഒഴിവാക്കിയതായിട്ടാണ് നമ്മുടെ അറിവ്. ശബരിമലയെ ശാന്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് അമ്മായിയുടെ മരണം. അമ്മ മരിച്ചതേ. അന്നേരം അന്നൊക്കെ ശാന്തി ചെയ്ത തന്ത്രിയാണ്. അതിനുശേഷം ആ ഡേറ്റ് കഴിഞ്ഞാൽ ശബരിമലയ്ക്ക് പോകാം.
പിന്നെ നമ്മൾ തന്നെയായിരുന്നു പൂജയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് തന്ത്രിമ നടത്തും. കാലത്തൊട്ട് എഴുത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറയാം എല്ലാം ഭഗവാനോട് പറയാമെന്നല്ലാതെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും. എല്ലാം ഭഗവാനോട് പറയുക, അത് സാധിച്ചു തരും എന്നാണ് നമ്മൾ പറഞ്ഞു വിടാറുള്ളത്. ഒരു വർഷം കഴിഞ്ഞ ശേഷം നമ്മൾ വളരെ സന്തോഷമായിട്ട് തന്നെയാണ് ഇറങ്ങിയത്. പിന്നെയും ഇടയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഈ കാര്യമില്ലാത്ത കാരണം പിന്നെ ഞാനങ്ങോട്ട് പോകാറില്ല. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും. ദിവസം വെളുപ്പിനെ ഇവിടെ വിളക്ക് വയ്ക്കാറുണ്ട് അറുവാതക്കലേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും. അയ്യപ്പൻ അനുഗ്രഹം മാത്രമാണ് അന്നുണ്ടായിരുന്നത്. അതിനുശേഷമാണ് നമുക്കും ഒരു അനുഗ്രഹം വന്നിട്ടുള്ളത്. 41 ദിവസം വ്രതമെടുത്ത് ആചാരങ്ങൾക്ക് ഭംഗം വരാതെ ശബരിമല വന്ന് നടയ വെട്ടി അയ്യപ്പനെ ദർശിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്ന് ഞാൻ പറയാറുണ്ട്. സന്തോഷമായിട്ട് പോകണം. കലിയുഗനായ അയ്യപ്പൻ്റെയും മലയപ്രഥമയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു.